നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2-ലെ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വെൽക്കം. ഇതാണ് എക്സാമ്പിൾ 4.1. യാഹിയ എന്നുള്ള ടെക്സ്റ്റിലുള്ള ആണ് വൈ സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ 4.1. എയർ ഫ്ലോയിങ് ഇൻ എ ഡക്റ്റ് ഹാസ് എ വെലോസിറ്റി ഓഫ് 300 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യണം? ഗീവൺ കാര്യങ്ങൾ, ക്വസ്റ്റ്യനിൽ കാണുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കണം. അപ്പോൾ ഹാസ് എ വെലോസിറ്റി ഓഫ് എന്ന് പറയുന്നത്, വെലോസിറ്റിയുടെ സിമ്പിൾ എന്താണ്? സി. വി എന്നുള്ളത് നമ്മളിവിടെ ഉപയോഗിക്കില്ല, കാരണം വോളിയായിട്ട് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് സി ആണ് ഉപയോഗിക്കുന്നത്. വെലോസിറ്റി ഓഫ് 300 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 300 മീറ്റർ പെർ സെക്കൻഡ് എസ് യൂണിറ്റ്. പ്രഷർ ഓഫ് 1 ബാർ. പ്രഷറിൻ്റെ സിമ്പിൾ എന്താണ്? പി ആണ്. 1 ബാർ എസ് യൂണിറ്റ് അല്ല, നമ്മൾ കൺവെർട്ട് ചെയ്ത് എഴുതണം. 1 × 10⁵ ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ പാസ്കൽ. രണ്ടും എസ് യൂണിറ്റ് തന്നെയാണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് മറ്റൊരു പേരാണ് പാസ്കൽ. ഓക്കെ, അപ്പോൾ പ്രഷർ കിട്ടി. ഇനി ടെമ്പറേച്ചർ 290 കെൽവിൻ. അപ്പോൾ ടെമ്പറേച്ചർ T = 290 കെൽവിൻ എഴുതി. എസ് യൂണിറ്റ് കെൽവിൻ തന്നെയാണ്. ടേക്കിംഗ് ഗാമ = 1.4. അപ്പോൾ ഗാമ എന്താണെന്ന് അറിയാലോ? റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്, CP/CV. അപ്പോൾ ഈ ഗാമ = 1.4 അത് നോട്ട് ചെയ്തു. ആൻഡ് ക്യാപിറ്റൽ R, ഗ്യാസ് കോൺസ്റ്റൻറ്റ് = 287 യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇത് എസ് യൂണിറ്റ് ആണ്. കിലോ ജൂൾ ആണെങ്കിൽ നമ്മൾ ജൂളിലേക്ക് മാറ്റണം. അപ്പോൾ അതും കിട്ടി. പിന്നെ എന്തുള്ളത്? ഇനി ഡിറ്റർമിൻ എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ വേറെ കോളം വരയ്ക്കുക. ഇവിടെ ഒരു 2 ഫൈൻഡ് എന്ന് പറഞ്ഞ് എഴുതുക. എന്താണ് ചെയ്യേണ്ടത്? സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, സിമ്പിൾ പി ആണ്. സ്റ്റാഗ്നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 0 വേണം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റാഗ്നേഷൻ പ്രഷർ P0 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചർ ഇപ്പോൾ എന്തായിരിക്കും? സ്റ്റാഗ്നേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഗ്നേഷൻ പ്രഷർ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0. അപ്പോൾ ഇത് ഒന്നാമത്തെ കണ്ടുപിടിക്കേണ്ട കാര്യം. ഇനി രണ്ടാമത് കണ്ടുപിടിക്കേണ്ട കാര്യം നോട്ട് ചെയ്യാം. വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ സിമ്പിൾ എന്താണ്? സി അല്ല. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്, ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ആണ്. ഇത് വെലോസിറ്റി ഓഫ് സൗണ്ട്, അതായത് മെക്കാനിക്കൽ ഡിസ്റ്റർബൻസ്, ഒരു പ്രഷർ ഡിസ്റ്റർബൻസ് ആണ് സൗണ്ട് എന്ന് പറയാം. അപ്പോൾ എന്താണ് വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്? സിമ്പിൾ എ ആണ് ഉപയോഗിക്കുക. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഡൈനാമിക് എന്ന് പറയുന്ന ഡൈനാമിക് കണ്ടീഷൻ എന്ന് പറയുന്നതാണ് വെറും എ. ഇനി എന്താണ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്? എന്താണ് സ്റ്റാഗ്നേഷൻ? 0. അപ്പോൾ A0 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റാഗ്നേഷൻ പ്രഷർ സ്റ്റാഗ്നേഷൻ. ഇത് ഓൾറെഡി കണ്ടുപിടിച്ചതല്ലേ? അപ്പോൾ നോക്കുമ്പോൾ അറിയാം, ഇത് അസ്യൂമിങ് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുമ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ്. വേറൊരു റിലേഷൻ വഴി കണ്ടുപിടിക്കണം. ഇത് മൂന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമ്മൾ ആദ്യമായി കണ്ടുപിടിക്കാൻ പോകുന്നത്? P0 എങ്ങനെ കിട്ടും? അപ്പോൾ P0 കണ്ടുപിടിക്കാൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് ടു ഫൈൻഡ് P0 ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് രീതിയാണുള്ളത്. ഒന്ന് ഇക്വേഷൻ രീതി, ഒന്ന് ഇക്വേഷൻ വൈസ് വെച്ച് ചെയ്യുക. രണ്ടാമത് ഡാറ്റ ബുക്ക് വഴി ചെയ്യുക. ഡാറ്റ ബുക്ക് വഴി ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം, സമയം ലാഭിക്കുക. അപ്പോൾ ഡാറ്റ ബുക്ക് വഴി ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ P0 ആയിട്ട് ബന്ധപ്പെട്ട ഡാറ്റ ബുക്കിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ഡാറ്റ ബുക്ക് ഒന്ന് നോക്കി നോക്കാം. ഇതാണ് ഡാറ്റ ബുക്കിൻ്റെ കണ്ടൻസ് പേജ്. അപ്പോൾ അതിൽ മൂന്നാമതായിട്ട് കാണുന്ന ഐസെൻട്രോപിക് ഫ്ലോ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുന്ന സെക്ഷനാണ് നമുക്ക് ആവശ്യം. കാരണം ഐസെൻട്രോപിക് ഫ്ലോ ആണ് നമ്മുടെ ഈ പ്രോബ്ലം. ഐസെൻട്രോപിക് ഫ്ലോ ആണ്. എങ്ങനെ മനസ്സിലായി ഐസെൻട്രോപിക് ഫ്ലോ ആണ്? ഈ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ ഐസെൻട്രോപിക് ഫ്ലോ ആണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഫ്രിക്ഷനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഫ്രിക്ഷൻ ലെസ്. ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റി പറയുന്നില്ല. നോ ഹീറ്റ് ട്രാൻസ്ഫർ. അഥവാ പിന്നെ ഐസോതെർമലാണോ എന്ന് പറയുന്നില്ല. ഐസോതെർമലാവണമെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നാലേ ഐസോതെർമലാവാൻ പറ്റുള്ളൂ. നോ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ എന്താണ്? ഐസോതെർമലും അല്ല, നോ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അഡയബാറ്റിക്കും അല്ല. അപ്പോൾ ഫ്രിക്ഷൻലെസ് എന്ന് പറയുമ്പോൾ എന്തായി? റിവേഴ്സിബിൾ എന്നുള്ള ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത്.
പിന്നെ നോ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അഡയബാറ്റിക്. അപ്പോൾ അഡയബാറ്റിക് ആൻഡ് റിവേഴ്സിബിൾ ആയിട്ടുള്ള എന്ന് പറയുന്ന പേരാണ് എന്ത്? ഐസെൻട്രോപ്പിക്. എൻട്രോപ്പി മാറുന്നില്ല. അപ്പോൾ ഇത് ഐസെൻട്രോപ്പിക് ഫ്ലോ ആണ്. അപ്പോൾ ഐസെൻട്രോപ്പിക് ഫ്ലോ ആയതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് ഐസെൻട്രോപ്പിക് ഫ്ലോ പെർഫെക്റ്റ് ഗ്യാസ് എന്നുള്ള ഭാഗം എടുക്കണമെന്ന് മനസ്സിലായത്. പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയാനുള്ള കാരണം റിയൽ ഗ്യാസിൻ്റെ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷനാണ്. വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും, അതിൻ്റെ കോൺസ്റ്റൻസിക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് പൊതുവേ ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ നമ്മൾ ഇതിൽ മൊത്തം പറയുന്നത് ചീഫ് എഫിൽ മൊത്തം പെർഫെക്റ്റ് ഗ്യാസുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഇതിൽ 3 എണ്ണം ഉണ്ട്. ഗാമ 1.3, ഗാമ 1.4, ഗാമ 1.67. ഇതിലേത് ഗാമയാണ് വേണ്ടത്? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഗാമ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളിനി ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഗീവണിൽ എടുത്ത് എഴുതി. അപ്പോൾ ഗീവൺ മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 2.5 നമ്മൾ എഴുതിയിട്ടുണ്ട്, ഗീവൺ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ. അപ്പോൾ ഗാമയുടെ വാല്യൂ 1.4. 1.4 ആയിട്ടുള്ള ഗാമയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളിലേക്കാണ് പോകേണ്ടത്. അത് എവിടെയാണ്? പേജ് നമ്പർ എത്രയാണ്? 28. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 28 എന്നുള്ള പേജ് നമ്പറിലേക്ക് പോവാം. ഇതിനുള്ള പേജ് നമ്പറിൽ പോയപ്പോൾ കാണാൻ കഴിയുന്നത് ഇതാണ്. 3.2 എന്നുള്ള ടേബിൾ, ഐസെൻട്രോപിക് ഫ്ലോ പെർഫെക്റ്റ് ഗ്യാസ്. അപ്പോൾ ഇതിൽ മുകൾ ഭാഗത്ത് കാണുന്ന ഹെഡർ എം സ്റ്റാർ, T/T0, P/P0, A/A സ്റ്റാർ, F/F സ്റ്റാർ. ഇതിൽ എം എന്താണ്? മാക് നമ്പർ. എം സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു ഫോം ഓഫ് മാക് നമ്പറാണ്. പിന്നെന്താണ്? T/T0 ടെമ്പറേച്ചറിൻ്റെ റേഷ്യോ, P പ്രഷറിൻ്റെ റേഷ്യോ, A ഏരിയ റേഷ്യോ, F എന്ന് വെച്ചാൽ ഇമ്പൾസ് ഫംഗ്ഷൻ റേഷ്യോ. പിന്നെ ഇതിൻ്റെ A/A സ്റ്റാറിനും P/P0 മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ P ആയിട്ട് ബന്ധപ്പെട്ട നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P0 ആണ്. അപ്പോൾ P0 ആയിട്ട് ബന്ധപ്പെട്ട എന്താണ് ഇതിലുള്ളത്? P0 ആയിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സംഭവം, ഈ ഒരു കോളാണുള്ളത്. P/P0 എന്നാണുള്ളത്. അപ്പോൾ P/P0 അതിൻ്റെ വാല്യൂ എഴുതുക. ഇതിൽ ഏത് വാല്യൂ എഴുതേണ്ടത്? ഇതിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ എന്താണ്? പല എമ്മിന് പല വാല്യൂസാണ്. അപ്പോൾ നമ്മുടെ എം എത്രയാണ്? മാക് നമ്പർ എത്രയാണ്? അപ്പോൾ നമ്മുടെ മാക് നമ്പർ എത്രയാണെന്ന് അറിയണം. ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ക്വസ്റ്റ്യനിൽ മാക് നമ്പറിനെ പറ്റി പറയുന്നില്ല, നേരിട്ട് തന്നിട്ടില്ല. പക്ഷേ സി ആയിട്ട് ബന്ധമുണ്ട് മാക് നമ്പറിന്. എന്താണ് ആ ബന്ധം? മാക് നമ്പറിൻ്റെ ബന്ധം സി ആയിട്ടുള്ളത് നമുക്കറിയാം, C/A. അപ്പോൾ എന്താണ്? സിയുടെ വാല്യൂ എത്രയാണ്? സിയുടെ വാല്യൂ 300. അപ്പോൾ 300 m/s/A. എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ടാണ്. സൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല A. പക്ഷേ എയുടെ നമുക്ക് ഇക്വേഷൻ അറിയാം, ഫുട്ട് ഓഫ് ഗാമ RT. അപ്പോൾ അതിൽ ഗാമ എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.4. R എത്രയാണ്? 287. ഇനി T ടെമ്പറേച്ചർ 290 Kelvin. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്താ വാല്യൂ കിട്ടുക? ഇതൊന്ന് നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. അപ്പോൾ കിട്ടുന്ന വാല്യൂ 341.35. 341.35 യൂണിറ്റ് എന്താണ്? m/s. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം, 341.35. അപ്പോൾ 300/341.35 ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ കാൽക്കുലേറ്ററിൽ ചെയ്യുക. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 8788 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ സാധനങ്ങളൊന്നും ഒപ്പം എഴുതിക്കണമെന്ന് നന്നായിരിക്കും. ഈ A നമ്മൾ കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ. എവിടെയാണ് A കണ്ട? A അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ A അവിടെ കിട്ടിയ വാല്യൂ 341.35 എന്നുള്ളത് ഇവിടെ നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഒരെണ്ണം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇപ്പോഴേ കണ്ടുപിടിച്ചു. ഇനി മാക് നമ്പർ എത്രയാണ്? 0.8788. അപ്പോൾ ഡാറ്റ ബുക്കിൽ പോയി നോക്കാം. ഇവിടെ മാക് നമ്പർ എത്രയാണ് വേണ്ടത്? 0.8788. ഇതിലുണ്ടോ? ഇതിലെല്ലാം 2 ഡിജിറ്റാണ്. ഡെസിമൽ 2 ഡിജിറ്റ് ഉള്ളൂ. ഇവിടെ ഡെസിമൽ 4 ഡിജിറ്റ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്രയാണ്? 0.884. ഡാറ്റ ബുക്കിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് എഴുതിക്കണം, 0.88. അപ്പോൾ ഇതിൽ 0.88 എവിടെയുള്ളത് നോക്കാം നമുക്ക്. താഴ്ത്തിക്ക് പോകുമ്പോൾ നിങ്ങൾ ഇതിന് ഹെഡർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഹെഡർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, മനസ്സിലായി ഈ ഒരു ഓർഡർ ആണെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഹെഡർ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നിനെ ഫ്രീസ് ചെയ്യാം. അപ്പോൾ 0.88 കൂടി ഉണ്ടോ നോക്ക്. 0.88 ഇല്ല. അടുത്ത പേജിലാണോ നോക്കാം. അടുത്ത പേജിൽ നോക്കി. അടുത്ത പേജിലുണ്ടായി. അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിലേക്ക് പോകാനായിട്ട് അടുത്ത പേജിലേക്ക് പോയി. അടുത്ത പേജിൽ 0.88 ഉണ്ടോ? ഇല്ല. അടുത്ത പേജിലേക്ക് നോക്കാം. ഇവിടെ ഒരു 0.88 കാണാനുണ്ട്. ഇത് പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 30 ആണ്. പേജ് നമ്പർ 30ൽ 0.8 എന്നുള്ള മാക് നമ്പറിന് വാല്യൂ ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടില്ലേ? ഈ കാണുന്ന വാല്യൂസൊക്കെ നമുക്ക് പലതും ആവശ്യമുള്ളതായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂസൊക്കെ നമുക്ക് എടുത്ത് എഴുതാം. ഇത് അതേപടി നമുക്ക് ഈ മൊത്തം വാല്യൂസ് ചിലപ്പോൾ ആവശ്യം വരും. അപ്പോൾ നമ്മളത് എടുക്കുക. എന്താ ചെയ്യേണ്ടേ? ഇതേപോലത്തെ ഒരു ടേബിൾ ഇവിടെ നമുക്ക് ഉണ്ടാക്കാം. ഒരു ടേബിൾ മൊത്തം. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം എന്താണെങ്കിലുള്ളത്? എം സ്റ്റാർ,
T/T0 P/P0 പിന്നെ അതടുത്തത് A/A സ്റ്റാർ F/F സ്റ്റാർ. ഈ കേസിൽ F/F സ്റ്റാർ ആവശ്യമില്ല, A/A സ്റ്റാർ ആവശ്യമില്ല. പക്ഷെ നമ്മൾ അറിയാൻ പറ്റില്ലല്ലോ പല ക്വസ്റ്റ്യനിലും. ഒരു കാര്യം ചെയ്യും, രണ്ടാമത് പോയിട്ട് വെറുതെ സമയം കളയാൻ നിൽക്കണ്ട, നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അതങ്ങോട്ട് എഴുതി വയ്ക്കുക. കാരണം എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന സംഭവം ഒന്ന് നീട്ടി വരച്ചിടുക. കാരണം ഇനി വേറെ വല്ല മാക് നമ്പർ ഒരെണ്ണം കൂടിയും ഇൻലെറ്റിലും എക്സിറ്റിലും 2 മാക് നമ്പറാണല്ലോ. അപ്പോൾ ഇൻലെറ്റിലുള്ള മാക് നമ്പർ M1, എക്സിറ്റിലെ M2 എന്ന് കൊടുത്താണെങ്കിൽ രണ്ടും എഴുതുമ്പോൾ വെറുതെ ഹെഡർ ചെയ്ത് നമ്മൾ സമയം കളയണ്ട. നമ്മൾ വേണമെങ്കിൽ ഇവിടെ വരച്ചിടാം, ഈ ഭാവിയിൽ ആവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ തന്നെ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂഷന് വേണ്ടി ചെയ്യണ വിധത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിൻ കൂടും. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഇതിലൂടെ എളുപ്പമായിരിക്കും, പെട്ടെന്ന് ആൻസർ കിട്ടും. നിങ്ങൾ ഗെറ്റ് ലോസ്റ്റ് ആവില്ല, അത് വഴി തെറ്റി പോവില്ല. അതാണ് മാക് നമ്പർ എത്രയായിരുന്നു? 0.88. അപ്പോൾ 0.88ൽ എം സ്റ്റാറിൻ്റെ വാല്യൂ 0.897, T/T0 വാല്യൂ 0.869, P/P0 വാല്യൂ 0.604, പിന്നെ 1.013, 1.006, പിന്നെ 0.612. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? P/P0 ആവശ്യമുള്ളത്. ആ P/P0 0.604. അപ്പോൾ നമുക്കിവിടെ എഴുതാം 0.604. ഇതിലിപ്പോൾ ഏത് വാല്യൂ അറിയാം? P/P0 ഏത് വാല്യൂ അറിയണ്ടേ? ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് P0 ആണ്. അപ്പോൾ P അറിയണം. P അറിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കി നോക്കാം. P എവിടെയായിരുന്നു? P ഇവിടെ കണ്ടോ, 1 × 10⁵. അപ്പോൾ Pയുടെ വാല്യൂ 1 × 10⁵ ഓൾറെഡി അറിയാം. അപ്പോൾ P0 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? P0 ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അതെങ്ങനെ വരിക? ഇംപ്ലൈസ് P/0.604 = P0. അപ്പോൾ P0 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ P/ ചെയ്താൽ മതി. ഇംപ്ലൈസ് എത്രയാണ്? P എത്രയാണ് വാല്യൂ? 1 × 10⁵ by 0.604 = ഇംപ്ലൈസ് എന്താണ്? P0 = അതാണ് P0. അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര വരും? 1 × 10⁵ by 0.604 ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കിയേ. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കി കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1.655 × 10⁵. യൂണിറ്റ് എന്താണ്? പാസ്കൽ അഥവാ Nm/m². അപ്പോൾ P0 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പല കളർ പേന യൂസ് ചെയ്യാം, ശരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അത് പലർക്കും കൺഫ്യൂഷനാണ്, പല മാഷന്മാർ പല രീതിയിലാണ് പറയുന്നത്. ഞാനിവിടെ ഒരു വേറെ കളർ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കുഴപ്പമില്ല വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ P0 കിട്ടി. P0 നമുക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പോൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം? ഇത് നമ്മുടെ മെയിൻ സ്ഥലത്ത് എഴുതി വെക്കണം. എത്രയാണ്? 1.655 × 10⁵ Nm/m² ഓർ പാസ്കൽ, ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സൗകര്യമുള്ള എഴുതിക്കോളൂ. ഇനി അപ്പോൾ ആ P0ൻ്റെ കാര്യത്തിൽ ഒരു ഓക്കെ ആയിട്ടുണ്ട്. P0ൻ്റെ കാര്യം ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തേക്ക് പോകാം. അടുത്ത ഏതാ വേണ്ടത്? T0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, T0 ടു ഫൈൻഡ് T0. അപ്പോൾ T0 ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇക്വേഷൻ അറിയോ? T0 ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? അത് നമ്മളോട് ഡാറ്റ ബുക്ക് വഴി കണ്ടുപിടിച്ചതല്ലേ. അപ്പോൾ ഡാറ്റ ബുക്കിൽ ഒന്ന് പോയി നോക്കി നോക്കാം. ഡാറ്റ ബുക്കിൽ നിങ്ങൾ ഓർമ്മയുണ്ടാവും. എന്നാലും T/T0 ഇതേ കിടക്കുന്നു. T/T0. അപ്പോൾ T/T0 = എത്രയാണ്? മാക് നമ്പർ പല പല വാല്യൂസ് ഉണ്ട്. നമ്മളോട് 0.88ലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 0.869. നമ്മൾ ഈ ഡാറ്റ ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണമെന്നില്ല. നോക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 0.869 എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ. അപ്പോൾ T/T0 കിട്ടി. ഇനി ഇതിലേതെങ്കിലും വാല്യൂ അറിയോ? T0 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇംപ്ലൈസ് എന്താണ്? T0 ഇങ്ങോട്ടും ഇതിങ്ങോട്ടും വന്നു. അപ്പോൾ T/0.869 ഇംപ്ലൈസ് എത്രയാണ്? T0 = T എത്രയാണ്? T എത്രയാണെന്ന് ഓൾറെഡി അറിയാം. T എത്രയാണ്? T 290 കെൽവിനാണ്. അപ്പോൾ 290/0.869. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 290/0.869
333.72 എന്ന് കിട്ടും കെൽവിൻ. ഇതും കെൽവിനിലാണ്, അപ്പോൾ ഇതും കെൽവിനിൽ കിട്ടും. ഇതിന് ഡയമെൻഷനിലല്ലോ. അപ്പോൾ T0 കിട്ടി നമുക്ക്. T0 നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി വയ്ക്കാം. T0 എത്ര? 333.72 കെൽവിൻ. ഇനി അടുത്തത് ഇത് ഓൾറെഡി കിട്ടിക്കെടുക്കുകയാണ്. അടുത്തത് എന്താണ്? A0 ആണ്. അപ്പോൾ അടുത്ത ടു ഫൈൻഡ് എന്താണ്? A0. അപ്പോൾ ടു ഫൈൻഡ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. അപ്പോൾ A0ൻ്റെ എയുടെ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി കിട്ടിയത് ഓർമ്മയില്ലേ? എയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. A√Γ(RT) യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് A√Γ(RT) എന്നറിയാം. അതുപോലെ A0 അപ്പോൾ എന്ത് വരും? √Γ(T0) എന്ന് കിട്ടും. T0 അറിയാമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T0 അപ്പോൾ ഗാമ എത്രയാണ്? ഗാമ 1.4. R എത്രയാണ്? 287. പിന്നെ T0ൻ്റെ വാല്യൂ ഓർമ്മയുണ്ടോ? T0ൻ്റെ വാല്യൂ ഇതിൽ കിട്ടിയിട്ടുണ്ട്. 333.72 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വാല്യൂ കിട്ടുക? ഇതിലൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 1.4, 287, 333.72. ഞാൻ ചെയ്തതിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാകും വാല്യൂ. വേറൊരു വാല്യൂ ആണെങ്കിൽ വേറെ മെത്തേഡ് വഴി ആദ്യം ചെയ്തിട്ടുള്ള വാല്യൂ എഴുതിയിട്ടുള്ളത്. അപ്പോൾ വേറെ മെത്തേഡ് എന്ന് വെച്ചാൽ ഇക്വേഷൻ വഴി ചെയ്തതിൻ്റെ വാല്യൂ എഴുതിയിട്ടുള്ളത്, T0 കണ്ടുപിടിച്ചത്. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അറൗണ്ട് എത്രയാണ്? ഒരു 366.76 അതിൻ്റെ അടുത്തൊരു വാല്യൂ കിട്ടും. അപ്പോൾ A0 നമുക്ക് കിട്ടി. A0 കണ്ടുപിടിക്കാനുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ A0 നമുക്കൊന്ന് എടുത്ത് എഴുതാം. A0 എത്രയാണ്? 366.76 കെൽവിനല്ലോ, എന്താണ്? മീറ്റർ/സെക്കൻഡ്. ഇനി എന്താണ്? P0 വീണ്ടും ചോദിച്ചിട്ടുണ്ടല്ലോ. P0 അപ്പോൾ P0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ടേ? ടു ഫൈൻഡ് P0 അസ്യൂമിങ് റോ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതായത് ഇൻകംപ്രസിബിൾ, അതായത് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ തെർമോഡൈനാമിക്സിലോ അല്ലെങ്കിൽ എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു പഠിച്ചിട്ടുള്ളത്? P/ρg + v²/2g = കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? അല്ലെങ്കിൽ എന്താണ്? P1/ρ1g പ്ലസ് എന്താണ്? v1²/2g = P2/. ഇവിടെ നമ്മളെന്താണ് പണ്ട് പഠിച്ചിട്ടുള്ളതിൽ റോ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഒറ്റ റോ ഉപയോഗിക്കാറുള്ളൂ. P2/ρg + v2²/2g. അപ്പോൾ v എന്നായിരിക്കും നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വെലോസിറ്റി പഠിച്ചിട്ടുണ്ടാവുക. നമ്മുടെ കേസിൽ എന്താണ് വരിക? c ആണ് ഉപയോഗിക്കുക നമ്മൾ, c²/2. പിന്നെ ഒരു g എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഈ g എന്ന് പറയുന്ന സാധനം ഒരു g കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ രണ്ട് സൈഡിലുള്ളൂ. അപ്പോൾ എന്ത് വരും? രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? P/ρ + c²/2 ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻറ്റ് വേറെ വാല്യൂ ആയിരിക്കും. ഈ കോൺസ്റ്റൻറ്റ് 1 ആണ്, ഈ കോൺസ്റ്റൻറ്റ് വേറെ വാല്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതാണ് നേരിട്ട് അറിയേണ്ട കാര്യമുള്ളൂ. P/ρ + c²/2 = കോൺസ്റ്റൻറ്റ്. അപ്പോൾ P/ρ + c²/2 കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് എന്താണ്? ആ കോൺസ്റ്റൻറ്റ് ഒരു കാര്യം ചെയ്യാം, വെലോസിറ്റി 0 കൊടുക്കുക സിക്ക്. അപ്പോൾ എന്ത് വരിക? P0/ρ + വെലോസിറ്റി 0²/2. അപ്പോൾ ഇങ്ങനെ ആയിക്കൂടെ? ഇവിടെ ഒരു വാല്യൂ കൊടുക്കുക, അതിനനുസരിച്ച് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഏത് P1 C1 കൊടുക്കണം, P2 C2 കൊടുക്കണ പോലെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ P0 കൊടുത്തു, C0 കൊടുത്തു. C0 എന്ന് വെച്ചാൽ 0 ആണ്, P0 0. അപ്പോൾ ഇതിന് എന്താണ്? ഈ കാണുന്ന സാധനം എന്താണ്? ഇത് 0 ആണ്. ബാക്കി എന്താണുള്ളൂ? ഈ P0/ρ. അപ്പോൾ ഒന്ന് തിരിച്ച് എഴുതാണെങ്കിൽ എന്ത് വരും? അതിന് നേരെ എഴുതാം. P/ρ + c²/2 = P0/ρ. അതിന് തിരിച്ച് എഴുതാണെങ്കിൽ എന്ത് വരും? P0/ρ = P/ρ + c²/2. ഈ റോ ആണ് രണ്ട് സൈഡിൽ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഇപ്പോൾ എന്ത് വരും? ഇൻറ്റു റോ വരുമ്പോൾ എന്ത് വരും? ഈ റോ മുകളിലേക്ക് വരും ഇവിടെ. അപ്പോൾ എന്ത് വരും? P0 = P + ρ c². P സാധനം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ P0 = P + ρ c². അപ്പോൾ നമ്മുടെ കേസിൽ P എത്രയാണ്? P 1 × 10⁵ Nm/m². SI ഉണ്ടാണ്. റോ അറിയില്ല, റോ കിട്ടണം.
ഇൻറ്റു സി സ്ക്വയർ. സി എത്രയാണ്? 300. അപ്പോൾ റോ കിട്ടാൻ എന്താ ചെയ്യുക? റോ അങ്ങനെ കിട്ടും. പി വി ഈക്വൽ ടു ആർ ടി എന്ന് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇല്ലേ? അതിൽ വി എന്ന് പറഞ്ഞാൽ 1/ρ ആണ്. അതായത് സ്പെസിഫിക് വോളിയാണ് വി ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ വി അല്ല. സ്പെസിഫിക് വോളി ഈക്വൽ ടു 1/ρ. ക്യാപിറ്റൽ വി ആണെങ്കിൽ എന്ത് വരും? മാസ് ബൈ അല്ല ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ വോളിയം തിരിച്ച് വോളിയം അങ്ങോട്ട് ഡെൻസിറ്റി കൂടെ എന്ത് വരും? ബ്ലൈസ് വോളിയം ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ വി ആണെങ്കിൽ മാസ് ബൈ ഡെൻസിറ്റി, മാസ് ഈക്വൽ ടു 1 ആകുമ്പോഴാണ് സ്പെസിഫിക് ആവുന്നത്, അല്ലെങ്കിൽ വി ബൈ എം. ഈ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ക്യാപിറ്റൽ വി ബൈ എം ഈക്വൽ ടു 1/ρ. ഈ ക്യാപിറ്റൽ വി ബൈ എമ്മിനെ പറയുന്ന പേരാണ് സ്മോൾ വി. സ്മോൾ വി ഈക്വൽ ടു 1/ρ. ഓക്കെ. അപ്പോൾ പി വി ഈക്വൽ ടു ആർ ടിക്ക് വരെ നമ്മൾ ചെയ്താൽ പി ബൈ റോ ഈക്വൽ ടു ആർ ടി. അല്ലെങ്കിൽ എന്താണ്? ഈ റോയിനെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുവരിക. പി ഈക്വൽ ടു റോ ആർ ടി, അഥവാ റോ അപ്പുറത്ത് നിർത്തിക്കോ. പി ബൈ ആർ ടി ഈക്വൽ ടു റോ. ശരിക്കും പറഞ്ഞാൽ റോ ഈക്വൽ ടു പി ബൈ ആർ ടി. അപ്പോൾ റോ ഈക്വൽ ടു പി ബൈ ആർ ടി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? പി എത്രയാണ്? പി എത്രയെന്ന് ഓൾറെഡി അറിയാം. 1 × 10⁵ എസ് ഐ യൂണിറ്റാണ്. ആർ എത്രയാണ്? 287. ടി എത്രയാണ്? ടി 290 കെൽവിൻ. ഇത് ചെയ്ത് എന്ത് വില കിട്ടും? 1 × 10⁵ 287 അടിയിൽ 290. ഇത് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ 1.20. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഡെൻസിറ്റി നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡെൻസിറ്റി കിട്ടിയത് എന്ത് ചെയ്യുക? അവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? ഇവിടെ ഡെൻസിറ്റിയുടെ വാല്യൂ എത്രയാണ് പറഞ്ഞത്? 1.20. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് 1 × 10⁵ പ്ലസ് 1.20 × 300² ബൈ 2 ഉണ്ട്. ബൈ 2 ഉണ്ട്. സി സ്ക്വയർ ബൈ 2 ഉണ്ട് കേട്ടോ. 2. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ 1.54 × 10⁵. യൂണിറ്റ് എന്താണ്? ഇത് പ്രഷറിൻ്റെ യൂണിറ്റ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അഥവാ പാസ്കൽ. അപ്പോൾ നമുക്ക് കിട്ടി 1.54 × 10⁵. 1.54 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ കണ്ട വ്യത്യാസം കണ്ടില്ലേ? ഉള്ള വ്യത്യാസം കണ്ട നമ്മൾ. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യണതും കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ പഠിച്ച് ചെയ്യണം തമ്മിലുള്ള വ്യത്യാസം കണ്ടു. പ്രഷറിൽ വ്യത്യാസമുണ്ട്. കാരണം കംപ്രസിബിലിറ്റി എഫക്റ്റ്, ഡെൻസിറ്റി ചേഞ്ചിൻ്റെ എഫക്റ്റ്. അത് നമുക്ക് ഈ പ്രോബ്ലത്തിന് വേണ്ട എല്ലാം കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്തു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തത് കാണാം. ഓക്കെ.